സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജി ഓണം മാസോണം സീസൺ 2. മാത്യു, ഇപ്പൊ ഈ തമിഴ് ഇപ്പൊ ലിയോ ഒക്കെ വന്നപ്പോഴേ ലിയോനെ പറ്റിയിട്ട് അതിനു മുമ്പ് ഞങ്ങക്ക് വലിയൊരു സംഭവമില്ല, ഞങ്ങൾ കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫസ്റ്റ് വർഷം മാത്തിനെ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഇവിടെ ഭയങ്കരമായിരുന്നു. തിയേറ്ററിലൊക്കെ ഭയങ്കര കൈഡിയും പരിപാടിയൊക്കെ. ഈ ലിയോയുടെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയാ ചെന്നൈയില് പോകുമ്പോഴത്തേക്കും? ഇല്ല, ആക്ച്വലി ഇത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു സ്റ്റാറിന്റെ പടമാണല്ലോ. എല്ലാരും കാണും അവിടെ. ചെന്നൈയിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ കാണുന്ന പടമാണല്ലോ. എസ്പെഷ്യലി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന സിനിമ, LCU എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാരും കാണുന്ന സിനിമ. അപ്പൊ എവിടെ പോയാലും അല്ലെങ്കിൽ പണ്ട് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മലയാള സിനിമ കണ്ട് ഉള്ള റെക്കഗ്നീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാരും ലിയോ അത് പറയും. ഇപ്പൊ ഹിന്ദിയിലുള്ള ആൾക്കാരാണേലും അല്ലെങ്കിൽ ഡൽഹിന്നോ എവിടെ നിന്നാണേലും എല്ലാവർക്കും അവര് സ്പോട്ട് ചെയ്യും പെട്ടെന്ന്. അല്ല, അത് സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞാൽ അത് VFX ആണ്. ഒരു സോങ്ങില് എറിയുന്നത് ഫസ്റ്റ് ടേക്ക് തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി അവരൊരു 1 മന്ത് മുമ്പ് പറഞ്ഞേ. അപ്പൊ ഞാനതിന്റെ ഒരു ബേസിക്സ് ഒരു പഠിച്ചു. പിന്നെ ഞാൻ അവിടെ ഷൂട്ടില്ലാത്തപ്പോ ട്രെയിൻ ചെയ്യായിരുന്നു. നല്ല രസം, അവിടെ മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പൊ ഐസില് ഭയങ്കര ട്രെയിനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി സീനുകളിലൊക്കെ ഉള്ളതൊക്കെ VFX. ഐ മീൻ ചെറിയൊരു ഹോൾഡ്, ഒരു അത്രയും ലെങ്ത് ഉണ്ടാവില്ല. കാരണം മേത്തേക്കൊക്കെ എറിയുന്നത് പാളിപ്പോയാ അപ്പൊ അത് VFX ആണ്. അപ്പൊ അങ്ങനെ വലിയ സമയമൊന്നും എടുത്തില്ല. സാറ് ബ്രേക്ക് എടുക്കുന്നതില് എല്ലാ ഫാൻ ബോയ്സിനും ഭയങ്കര നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് ഷോ വിജയ് മൂവി ഭയങ്കര ഇമോഷൻ ആണല്ലോ. എങ്ങനെയാ കൂടെ അഭിനയിച്ച ഒരാളെന്ന് എനിക്ക് ആ ഇമോഷൻസ് കുറച്ചുകൂടെ ഡയമെൻഷൻ ഉണ്ടാവും. എങ്ങനെയാ ബ്രേക്ക് എടുക്കുമ്പോ? അല്ല, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്. അതിന്റെ ലെറ്റർ പുള്ളി അത് എഴുത്ത് വിട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ആഗ്രഹം ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര വിഷമമാണ്. പക്ഷെ ഫോർ എ ബെറ്റർ കോസ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണല്ലോ. അപ്പൊ അതിലും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം, അത്രയും വലിയൊരാള് കുറച്ചും കൂടെ ഒരു ആൾക്കാർക്ക് വേണ്ടി പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉപേക്ഷിച്ച് ചെയ്യുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. വിജയ് മൂമെന്റ്സ് ഉണ്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ? എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത് എക്സാക്ട്ലി ഓർമ്മയില്ല. ബട്ട് 2 ഡേറ്റ് എന്റെ ഫേവറേറ്റ് വിജയ് മൂവി കത്തിയാണ്. ബിക്കോസ് അത് എനിക്ക് അതിലെ ഒരു ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു കോയിൻ വെച്ചിട്ട് ഫൈറ്റ് ചെയ്തു, അത് ഭയങ്കര. പിന്നെ അല്ലാതെ ജസ്റ്റ് ജനറലി ഒരു വിജയ് ഫാനാണ്. ബിക്കോസ് ഹി ഹാസ് ക്രേസി ഓറ. പിന്നെ എനിക്ക് I just feel like Vijay Anna will come back. I can feel it. ധനുഷ് മൂവി എങ്ങനെയാ? അതും ഈ പറഞ്ഞ ഗോൾഡൻ സ്പാരോ ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രെൻഡ്. ഈ എല്ലാരും പറയില്ല, ഇപ്പൊ ഒരു പാട്ട് ഹിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഞങ്ങള് റീൽസിൽ അത് ട്രെൻഡ് ആവണം. സോ ഗോൾഡൻ സ്പാരോ ഇസ് എവറിവെയർ. എങ്ങനെയാ ഗോൾഡൻ സ്പാരോ? ഇറ്റ്സ് എ കളർഫുൾ മൂവി. എങ്ങനെയാ അത് വരും? അത് ഞങ്ങൾക്ക് കുറച്ച് ഷൂട്ടും കൂടെ ബാലൻസ് ഉണ്ട്. രസമുള്ള ഒരു പരിപാടി, ഒരു ലവ് സ്റ്റോറി. ഐ മീൻ അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, യൂഷ്വൽ ലവ് സ്റ്റോറി ഫ്രം ധനുഷ് എന്ന്. അപ്പൊ അതാണ് പടം, അതിലുണ്ട്. രസമുള്ള ഒരു പരിപാടിയാണ്. ഈ കുറച്ചും കൂടെ ജെൻസി എലമെന്റ്സ്, അല്ലെങ്കിൽ എന്റെ ഏജിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജിലൊക്കെ ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഉള്ള ഒരു കഥയാണ്. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്, കളർഫുൾ പരിപാടിയാണ്. ഈ വീരധീര സൂര്യന്റെ അപ്ഡേറ്റ് ഞങ്ങൾ ആരോട് ചോദിക്കുന്നത്? അതിന്റെ മോർ അപ്ഡേറ്റ്സ് ആർ കമ്മിങ് സൂൺ. ഹാപ്പൻ. ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ അത് കഴിഞ്ഞിട്ട് വിൽ ഹാവ് ബിഗ് അപ്ഡേറ്റ്സ് കമ്മിങ് സൂൺ. സോ അപ്ഡേറ്റ്സ് വിൽ ബി ഒഫീഷ്യലി അനൗൺസ്ഡ്. അതിലുണ്ടോ ശരിക്കും? എന്തുവാ അതിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ? ആക്ട് ചെയ്തിട്ടില്ല. ശരിക്കും ഇപ്പൊ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഈ റീൽ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഓഫർ? റീൽ കണ്ടിട്ട് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. സോ റീലായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫിലിം ഇതുവരെ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ. പക്ഷെ അല്ലാതെ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. അല്ല, ഇപ്പൊ ശരിക്കും മാത്യുവിന് ഇപ്പൊ ഒരു സെലക്ഷൻ പോയിന്റ് ശരിക്കും എന്താ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്ത് ഫാക്ടർ ആയിരിക്കും ശരിക്കും ഒരു സിനിമയില് ഒരു കഥ പറയാനൊക്കെ വരുമ്പോഴത്തേക്കും? ഞാൻ
ഇപ്പൊ നമ്മുടെ അടുത്ത് കഥ നറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുടെ കൺവിക്ഷൻ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവര് പറയുന്നതിന് അവര് ഉറപ്പാണോ അത് പറയുന്നത്? ഇപ്പൊ എന്തുകൊണ്ടും പറയാം, പക്ഷെ അത് അവര് പറയുമ്പോൾ അവരതിൽ ഷുവർ ആണോ എന്നുള്ളത്. എന്നാലും അവരത് എടുക്കുമ്പോഴും അവരതിൽ ഷുവർ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അയ്യോ ഇത് വർക്കാവില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വിസിബിൾ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം, അത് നമുക്ക് ഉറപ്പുണ്ട് ഇത് ഓക്കെയാണ്, മോശമാവാം വർക്കാവാം, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് 100% ആയിട്ട് ചെയ്യണം എന്നുള്ളൂ. അപ്പൊ അത് ഞാൻ നോക്കും. പിന്നെ ഡെഫിനറ്റ്ലി ടെക്നീഷ്യൻസ് ഞാൻ നറേഷൻസ് കൂടുതൽ എടുക്കുന്നത്. അപ്പം കഥ കേൾക്കും, ഞാൻ ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്ത് കഥ കേൾക്കും, എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പൊ ഒരു ഐഡിയ കിട്ടും. അത് നമുക്ക് കേൾക്കുമ്പോ അറിയാം, നമുക്ക് പടം കാണുന്ന പോലെ ആയിരിക്കും. നമുക്ക് അറിയാം നമ്മൾ എപ്പോഴാ ഇരിക്കുന്നേ അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അത് അതിന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ധനുഷർ ഞങ്ങള് ഒരു 5-6 കാസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സാറ് സ്റ്റോറി പറഞ്ഞല്ല, അത് അഭിനയിച്ചൊക്കെ കാണിച്ച് ഒരു ശരിക്കും പടം കാണുന്ന പോലെ തോന്നിയത്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2.